WWE പോലെയുള്ള പ്രൊഫഷണൽ റെസ്ലിംഗിൽ ഒരുപാട് പേർ വന്ന് മത്സരിക്കുന്നുണ്ട്. എന്നാൽ WWEയുടെ റിംഗിൽ വെച്ച് തന്നെ ഒരു റെസ്ലർ മരണപ്പെട്ടിട്ടുണ്ട്. ആ കഥ നിങ്ങൾക്കറിയാമോ? ലൈവ് ഫാൻസിന്റെ മുൻപിൽ വെച്ചിട്ടായിരുന്നു ഒരു റെസ്ലർ മുകളിൽ നിന്നും വീണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഓവൻ ഹാർട്ട് എന്ന് പറയുന്ന ഈ ഒരു റെസ്ലർ ആയിരുന്നു മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ആ കഥ? WWE അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം എന്താണ് ചെയ്തത്? WWE ഓവൻ ഹാർട്ടിനോട് അനീതി കാട്ടിയത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്ക് വേണ്ടി ഉടനെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണേ. WWFിലെ നല്ല റെസ്ലേഴ്സിൽ ഒരാൾ തന്നെയായിരുന്നു ഓവൻ ഹാർട്ട്. അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ബ്രാറ്റ് ഹാർട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ ഇതിനു മുൻപേ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രാറ്റ് ഹാർട്ടിന്റെ കഥയിൽ അദ്ദേഹം ഓവൻ ഹാർട്ടിനെ കുറിച്ച് പറഞ്ഞതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താൻ WWFിൽ പിന്നെയും തുടർന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഓവൻ ഹാർട്ട് മരിക്കില്ലായിരുന്നു എന്ന്. 1999 മെയ് 21 ഒരു വെള്ളിയാഴ്ച ദിവസം ഓവൻ ഹാർട്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള മാർത്തയോട് സംസാരിക്കുകയായിരുന്നു. പുതിയ വീടെടുത്ത് മാറുന്നതിനെ കുറിച്ചും മൂന്നാമതൊരു കുട്ടിയുടെ പ്ലാനിങ്ങിനെ കുറിച്ചുമായിരുന്നു അവർ സംസാരിച്ചത്. ഇനി അടുത്തതായിട്ട് വരുന്ന മാച്ചുകളിൽ തനിക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഒരു പിടുത്തവുമില്ല എന്നുള്ളതും ഓവൻ ഹാർട്ട് പറഞ്ഞു. തനിക്ക് എന്തെങ്കിലും പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും നോക്കാൻ വേണ്ടിയിട്ട് തന്റെ മകനായിട്ടുള്ള ഓഗിനോടും ഓവൻ ഹാർട്ട് പറയുകയുണ്ടായി. പിറ്റേ ദിവസം 1999 മെയ് 22 ശനിയാഴ്ച ഓവൻ ഹാർട്ട് രാവിലെ മുഴുവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഫ്ലൈറ്റിൽ കയറി താൻ മത്സരിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. പോകുന്ന സമയത്തും തന്റെ മകനോട് അമ്മയെയും പെങ്ങളെയും നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓവൻ ഹാർട്ട് പോയിട്ടുണ്ടായിരുന്നത്. ലൈവായിട്ട് TV-യിൽ കാണിക്കാത്ത ഒരു ഇൻഹൗസ് ഷോയിലേക്കായിരുന്നു ഓവൻ ഹാർട്ടിന്റെ പോക്കുണ്ടായിരുന്നത്. ആ ഒരു ഷോ കഴിഞ്ഞതിന് ശേഷം മാർത്തയെ ഓവൻ ഹാർട്ട് വിളിക്കുകയുണ്ടായി. അതായിരുന്നു അവർ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ടായിരുന്ന അവസാനത്തെ സംസാരം. പിന്നീട് 1999 മെയ് 23 അതായത് ഞായറാഴ്ച WWEയുടെ ഓവർ ദി എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂ നടക്കുകയാണ്. ഓവർ ദി എഡ്ജിൽ ഓവൻ ഹാർട്ടിനും ഒരു മാച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിലേക്ക് മുകളിൽ നിന്നും കയർ കെട്ടി വരാമെന്നുള്ളതായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. മാച്ചും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നതിന് മുമ്പേ ആ ഹാർനസ് സിസ്റ്റം ഓവൻ ഹാർട്ട് ചെക്ക് ചെയ്യുകയുണ്ടായി. ഒരു കുഴപ്പവും ഹാർനസ് സിസ്റ്റത്തിൽ വന്നിട്ടില്ലായിരുന്നു. ചെറിയ ഇഷ്യൂസ് വന്നു എന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയിട്ടില്ലായിരുന്നു. തനിക്ക് എന്തായാലും മാച്ച് തുടങ്ങുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഇറങ്ങി വരാമെന്നുള്ളത് ഓവൻ ഹാർട്ട് ഉറപ്പിച്ചു. അങ്ങനെ രാത്രി 7 മണിയായി. ഓവൻ ഹാർട്ടിന്റെ മാച്ച് തുടങ്ങാനുള്ള സമയമായി. ഓവൻ ഹാർട്ട് മുകളിൽ നിന്നും ആ കയർ വഴി വെന്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 78 അടി മുകളിൽ എത്തിയ സമയത്ത് ഓവൻ ഹാർട്ട് താഴേക്ക് പതിക്കുകയാണ്. എന്തോ പ്രശ്നം ഹാർനസിന് വരികയുണ്ടായി. റഫറിയുടെ അടുത്തേക്കായിരുന്നു ഓവൻ ഹാർട്ട് വീണിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ സ്റ്റാഫ് ഓടി വന്ന് ഓവൻ ഹാർട്ടിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അപ്പോൾ ഓവൻ ഹാർട്ട് അനങ്ങിയിട്ട് കൂടിയില്ലായിരുന്നു. ഇതെല്ലാം തന്നെ ഫാൻസ് ഇരിക്കുന്ന സമയത്താണ് നടന്നത് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. ഫാൻസുകൾ എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ്. ഇത് ഇവരുടെ സ്റ്റോറി ലൈനാണോ അതോ ശരിക്കും നടന്നതാണോ എന്നുള്ളത് മനസ്സിലാകാതെ ഫാൻസുകൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കമന്റേറ്റർ ആയിട്ടുള്ള ജിം റോസ് അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. ലൈവ് ഓഡിയൻസിനെയും വ്യൂവേഴ്സിനെയും കൂടി ഓവൻ ഹാർട്ട് മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതായിരുന്നില്ല. ഓവൻ ഹാർട്ട് മരിച്ചതിന് ശേഷവും ഓവർ ദി എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ വ്യൂ കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. ആ പേപ്പർ വ്യൂ അവിടെ നിർത്തിവെക്കാതെ വീണ്ടും ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവിടെയുള്ള മാച്ചുകൾ പൂർത്തീകരിച്ചു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ കോൺട്രവേഴ്സിക്ക് കാരണമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ഭയങ്കര ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു. ഓവൻ ഹാർട്ടിന്റെ ഭാര്യയായിട്ടുള്ള മാർത്ത WWEക്കെതിരെയും വിൻസ് മക്മാനെതിരെയും ഒരു ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ശരിക്കും നോക്കാത്തത് കൊണ്ടാണ് ഓവൻ ഹാർട്ട് മരണപ്പെട്ടത് എന്നായിരുന്നു ആ ലോ സ്യൂട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷേ WWE വലിയ കമ്പനിയാണ്. അവർ അതുപോലെ തന്നെ കേസിന് പോവുകയുണ്ടായി. പക്ഷേ മാർത്ത കാലങ്ങളോളം ആ കേസിന് വേണ്ടി പോരാടി. അതിലേറ്റവും പ്രശ്നമായിട്ടുണ്ടായിരുന്നത് ഓവൻ ഹാർട്ടിന്റെ കുടുംബത്തിലെ കുറച്ചു പേർ WWEയുടെ കൂടെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവർ പറയുന്നത് ശരിയാണ്, അവരുടെ കൂടെ നിങ്ങൾ പോയിക്കോളൂ, അവർ പറയുന്ന അതേ രീതിയിൽ ചെയ്തോളൂ, നിങ്ങൾ അവർക്കെതിരെ കേസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അവർ കുറച്ചു പേർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പോഴും മാർത്ത വിട്ടുകൊടുത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ സമയത്ത് അത് ആക്സിഡന്റ് ആയി നടന്നതാണ്, ആരും ഇതിന് ഉത്തരവാദികളല്ല എന്നുള്ളതായിരുന്നു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. മാർത്ത വീണ്ടും അതിനു വേണ്ടിയിട്ട് മുകളിലുള്ള കോടതികളിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 2000 നവംബർ 27 ഇവർ സെറ്റിൽമെന്റ് നടത്തുകയുണ്ടായി. WWE $18 മില്യൺ ആയിരുന്നു ഓവൻ ഹാർട്ടിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ $10 മില്യൺ മാർത്തയ്ക്കും $3 മില്യൺ വെച്ച് ഓവൻ ഹാർട്ടിന്റെ 2 കുട്ടികൾക്കും $2 മില്യൺ ഓവൻ ഹാർട്ടിന്റെ പാരന്റ്സിനുമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓവൻ ഹാർട്ടിന്റെ മരണത്തോടു കൂടിയായിരുന്നു പ്രൊഫഷണൽ റെസ്ലിംഗ് ഒരിക്കലും സേഫ് അല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയത്. ആ ഓവർ ദി എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ പിന്നീട് മത്സരിച്ചിട്ടുണ്ടായിരുന്ന
ഉണ്ടായിരുന്നവർ എല്ലാവരും കരഞ്ഞുകൊണ്ടായിരുന്നു ശരിക്കും മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സങ്കടത്തോടു കൂടിയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ ലോക്കർ റൂമിൽ അവരുടെ കൂടെ തൊട്ടു മുൻപേ ഉണ്ടായിരുന്ന അവരുടെ സുഹൃത്തായിരുന്നു അവിടെ മരിച്ചു വീണിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ അണ്ടർടേക്കറും ഉണ്ടായിരുന്നു. ഓവൻ ഹാർട്ട് മരണപ്പെട്ടതിന് ശേഷം ആ ഷോ തുടർന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യൂ. ഇനിയും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കും. സാറ്റർഡേ നൈറ്റ് സ്റ്റോറിയുമായിട്ട് അടുത്ത ആഴ്ച വരാം. അതുവരേക്കും ബൈ ഗൈസ്.